ഇന്നാണ് അവളുടെ കല്യാണം. പണ്ട് ഒന്നിച്ച് കണ്ട സ്വപ്നങ്ങളുടെ പന്തലിൽ അവൾ മറ്റൊരാളുടെ വധുവായി ഇരിക്കുന്നത് ദൂരെ നിന്ന് നോക്കി നിൽക്കുമ്പോൾ നെഞ്ചിൽ 1000 സൂചികൾ തറയ്ക്കുന്ന വേദനയായിരുന്നു. പോകരുത് എന്ന് കരുതിയതാണ്. പക്ഷേ ഒരു നോക്ക് കാണാതെ ഇരിക്കാനും വയ്യ. ജനക്കൂട്ടത്തിനിടയിൽ ആരും കാണാതെ ഒരു മൂലയിൽ ഒതുങ്ങി നിന്നു. ചിരിക്കുകയാണ് അവൾ. ആ ചിരി കാണാൻ വേണ്ടിയായിരുന്നല്ലോ പണ്ട് ഞാൻ എന്തെല്ലാം കാട്ടിക്കൂട്ടിയിരുന്നത്. ഇന്ന് ആ ചിരി എനിക്ക് വേണ്ടിയല്ല എന്നോർത്തപ്പോൾ കണ്ണു നിറഞ്ഞു വന്നു. ആരും കാണാതിരിക്കാൻ വേഗം പുറത്തിറങ്ങി. തിരികെ നടക്കുമ്പോൾ കാലുകൾക്ക് വല്ലാത്തൊരു ഭാരം. ആരോ പിന്നിൽ നിന്ന് വിളിക്കുന്നത് പോലെ തോന്നി. തിരിഞ്ഞു നോക്കി, ആരുമില്ല, എല്ലാം വെറും തോന്നലുകൾ മാത്രം. റൂമിലെത്തി വാതിലടച്ചു. ഫോണിലെ പഴയ ഫോട്ടോകൾ ഓരോന്നായി ഡിലീറ്റ് ചെയ്യുമ്പോൾ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഓരോ ഫോട്ടോയും മായുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഓരോ മനോഹര നിമിഷങ്ങളാണ് ഇല്ലാതാകുന്നത്. ഒടുവിൽ ആ പഴയ ചാറ്റുകൾ തുറന്നു. നമുക്ക് ഒന്നിച്ചു ജീവിക്കണ്ടേ എന്ന് അവൾ ചോദിച്ച ആ വരിയിൽ വിരൽ തൊട്ട് ഞാൻ കുറെ നേരം ഇരുന്നു. എല്ലാവരും പറയും, സാരമില്ലേടാ, കാലം എല്ലാം മായ്ച്ചോളും എന്ന്. പക്ഷേ അനുഭവിക്കുന്നവന് അറിയാം ആ ഓരോ നിമിഷവും എത്രത്തോളം ശ്വാസം മുട്ടിക്കുന്നുണ്ടെന്ന്. ഇനി ഒരിക്കലും അവളെ കാണില്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. അവളുടെ ഓർമ്മകൾ പോലുമില്ലാത്ത ഒരിടത്തേക്ക് എനിക്ക് പോകണം. പക്ഷേ എവിടെ പോയാലും എൻ്റെ നിഴൽ പോലെ ഈ വേദന കൂടെയുണ്ടാകുമെന്ന് എനിക്കറിയാം. ചില പ്രണയങ്ങൾ അങ്ങനെയാണ്. ഒന്നിക്കാനല്ല, ഒരായുസ് മുഴുവൻ ഓർത്ത് നീറാൻ വേണ്ടിയുള്ളോ. ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്തവരല്ല തോറ്റുപോകുന്നത്, പിരിഞ്ഞ ശേഷവും സ്നേഹിച്ച് തീരാത്തവരാണ്.